ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി പടിയിറങ്ങുന്നു. കുവൈറ്റിനെ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തോടെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നത്. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് ഛേത്രിയുടെ അവസാന മത്സരം നടക്കുക. മെയ് 16-നാണ് ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 39-കാരനായ ഛേത്രി 2005 മുതൽ ഇന്ത്യൻ സീനിയർ ടീമിൽ അംഗമാണ്. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, പ്രത്യേകിച്ച് ഫുട്ബോൾ ലോകത്തിന് വലിയ നഷ്ടമാണ്. ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അല്ലാതെ ഛേത്രിയുടെ വിടവാങ്ങലിനെ കാണുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങളായി നൽകാനുള്ളത്? ജിംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫുട്ബോൾ ആരാധകർക്ക് ഒരു തീരാ നഷ്ടം തന്നെയായിരിക്കും സുനിൽ ഛേത്രി ഈ ഫുട്ബോളിൽ നിന്നും വിടവാങ്ങിയാൽ ഉണ്ടാവുക. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമാണ് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കുവൈറ്റിനെതിരെ ലോകകപ്പ് യോഗ്യതാ മത്സരം കളിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. ഈ മത്സരം കളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫുട്ബോൾ ലോകത്തു നിന്നും വിടവാങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു മുഖം എന്ന് നമുക്ക് എടുത്തു പറയുവാൻ വേണ്ടി സാധിക്കും. കാരണം കഴിഞ്ഞൊരു 10 വർഷമായി എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ മത്സരങ്ങളിലും കൃത്യമായ രീതിയിൽ സ്കോർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ വിജയത്തിന് നിർണായകമാകാൻ വേണ്ടി സുനിൽ ഛേത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തോളിലേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന താരം തന്നെയാണ് സുനിൽ ഛേത്രി. ഇന്ത്യൻ നായകൻ കൂടിയാണ്. 2005-ലാണ് സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. നിരവധി മത്സരങ്ങളിൽ ഇന്ത്യയെ വിജയിപ്പിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ അത്ര മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സുനിൽ ഛേത്രി എന്ന താരം ലോക ഫുട്ബോൾ ആരാധകരുടെ ഒക്കെ ഇഷ്ടം പിടിച്ചുപറ്റിയ ഒരു വ്യക്തി തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ സ്കോറിംഗ്, അതായത് നിലവിൽ 94 ഗോളുകളാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് മുന്നിൽ ഉള്ളത് ആക്റ്റീവ് ഫുട്ബോളിലെ മെസ്സിയെയും ഒപ്പം തന്നെ റൊണാൾഡോ, ഈ 2 താരങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ സുനിൽ ഛേത്രി എന്ന താരം ലോക ഫുട്ബോൾ ഒരു ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ സുനിൽ ഛേത്രി ഇന്നത്തെ മത്സരത്തോടു കൂടി വിരമിക്കുമ്പോൾ അത് ഫുട്ബോൾ ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതേസമയം തന്നെ സുനിൽ ഛേത്രിയുടെ പകരക്കാരൻ ആരാണ് എന്നൊരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ISL പോലുള്ള ടൂർണമെൻറ്റുകൾ ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു പകരക്കാരനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തുതന്നെയായാലും സുനിൽ ഛേത്രിയുടെ വിടവാങ്ങൽ ഫുട്ബോൾ ആരാധകർക്ക് വലിയ ഒരു നിരാശ തന്നെയായിരിക്കും സമ്മാനിക്കുക. അജിംഷാദ്.